മഡ്ഗോവൻ എക്സ്പ്രസ്. ഡോഡോയും ആയുഷും പിങ്കും ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗോവയ്ക്ക് ടൂർ പോകണമെന്ന്. അവർ ഓരോ പ്രാവശ്യം പ്ലാൻ ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങിപ്പോവും. അങ്ങനെ ഇവർ വലുതാവുമ്പോൾ ഇവർ വേർപിരിയാണ്. കുറേ നാൾക്ക് ശേഷം ഇവർ തിരിച്ച് റീയൂണിയൻ ആവുകയാണ്. അങ്ങനെ അവർ പഴയ പ്ലാനായിട്ടുള്ള ഗോവ ട്രിപ്പ് ഓണാക്കുകയാണ് അവർ. അങ്ങനെ അവർ പോകുമ്പോൾ തുടർന്നുണ്ടാകുന്ന കുറേ രസകരമായ സംഭവങ്ങളാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഡൽഹി ബലി പോലെയും, ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് ഞാൻ ഇപ്പോൾ ഒരു മറാഠി സിനിമ കണ്ടിരുന്നു, അതേപോലെയൊക്കെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കും, അതിൻ്റെ വാലേ വാല എട്ടിൻ്റെ പണിയായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഒരു ഫൺ രീതിയിൽ പോകുന്ന സിനിമകൾ, സൂപ്പർ സിനിമകളത്. അതേപോലത്തെ ഒരു സിനിമയാണ് മഡ്ഗോവൻ എക്സ്പ്രസ്. ഈ ഗോവ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഡ്രഗ്സ് ഉണ്ടാവും, ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടാവും, അത് തന്നെയാണ് സംഭവം. ഒരു ഗോവയിൽ എത്തിപ്പെടും, അവിടെ ചെറുക്ക് ഒരു ഡ്രഗ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ ഗ്യാങ്സ്റ്റർ ടീം ഉണ്ടാവും, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും രസകരമായ ഒരു സംഭവങ്ങളാണ് ഇതിൻ്റെ ഒരു ടീം. ഇതിൽ അഭിനയിച്ച 3 ഫ്രണ്ട്സും നല്ല നല്ല കിടിലനായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡോഡോ ആയിരുന്നു. നല്ല രസമായിരുന്നു ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ഇവർ തമ്മിലുള്ള എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നതും. ഇപ്പോൾ സീരിയസ് ആയിട്ട് നിൽക്കുന്ന സംഭവത്തിലൊക്കെ ചളി ഇങ്ങനെ കോമഡി അടിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റോറികൾ വരുന്നതിന് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതിലെ വില്ലന്മാരായിരിക്കും. കാരണം വലിയ സെറ്റപ്പും ഗമയും പരിപാടികളൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷേ ലോക മണ്ടന്മാരായിരിക്കും. അപ്പോൾ ഇവർ ചെയ്ത് കൂട്ടുന്ന മണ്ടത്തരങ്ങളൊക്കെ ഭയങ്കര രസം തന്നെയാണ്. അതേപോലെ തന്നെ മെൻഡോസ ഗ്യാങ് ഉണ്ട്, അതിലാണ് ഇവർ ഏറ്റവും മണ്ടന്മാർ. പിന്നെ ഒരു കൊമ്പേടി ഗ്യാങ് ഉണ്ട്, പെണ്ണുങ്ങളുടെ നല്ല അടിപൊളി സെറ്റ് ഗ്യാങ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ കുറേ രസകരമായ സംഭവങ്ങളൊക്കെയാണ്, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തായാലും മിസ്സാക്കാൻ പാടില്ല, നല്ലൊരു സിനിമ തന്നെയാണ്, മസ്റ്റ് വാച്ച് ആണ്, റിയലി ഫണ്ണാണ്. അപ്പോൾ താങ്ക് യു.